ഹലോ ഫ്രണ്ട്സ്, ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് പൂതിയാവില്ലേ? എനിക്കിതുപോലെ പൂതിയാകുമ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ക്യാരറ്റ് കസ്റ്റർഡ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലോട്ടേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഒരു ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലപോലെ വേവിച്ച് ആ പാലൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി നട്ട്സും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ബദാമോ നട്ട്സോ വാൾനട്ട്സോ എന്ത് വേണേലും ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഇട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ബോളിലോട്ടേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കസ്റ്റർഡ് റെഡിയാക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുക. അതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലും കൂടെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ നേരത്തെ എടുത്ത പാനിലോട്ടേക്ക് തന്നെ 1.25 കപ്പ് പാലും കൂടെ എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തീ നല്ലപോലെ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല മധുരം വേണമെങ്കിൽ മാത്രം നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യേ. പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കണം. തീ നല്ല സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചൂടുള്ള പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ സെർവിങ് ബോളിലോട്ടേക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് സെറ്റ് ചെയ്തില്ലേ അതിൻ്റെ മുകളിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി നട്ട്സും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഒന്ന് ക്രഞ്ചി ആകുമ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇട്ടൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഒരു സ്വീറ്റ് ട്രീറ്റ് ഡ്രസ്സായിരിക്കില്ലേ, അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.